ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടിന് ചുറ്റുമുള്ള കാഴ്ചകളും ഫിഷിങ്ങും ഒക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഈ ഒരു ആറാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ പുറകുഭാഗം എന്ന് പറയുന്നത് നല്ല വിശാലമായ നെൽപ്പാടമാണ്. ഇപ്പം ഈ ഒരു സമയത്തായതുകൊണ്ട് തന്നെ നെല്ലൊക്കെ നല്ല വിളഞ്ഞു കിടക്കുന്ന സമയമാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കൊയ്യാനായി കിടക്കുന്ന നെൽപ്പാടമാണ് ഇവിടെ ഉള്ളത്. കുട്ടനാടിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ നല്ല നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ കായലും ഒക്കെ കൂടി ചേർന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു ടൈമിലായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇവിടെ ഒക്കെ കാണാനായിട്ട്. കാരണം നെൽപ്പാടങ്ങളൊക്കെ വിളഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ കൊയ്ത്തിന് ഭാഗമായി കിടക്കുന്ന നെൽപ്പാടങ്ങളിലേക്ക് നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു കാഴ്ച തന്നെയാണത്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം കുട്ടനാട്ടിൽ വരാത്തവർക്കൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊക്കെ കാണുമ്പോൾ ഒരു അതിശയമായിരിക്കും. ഇവിടുത്തെ വീടുകൾ നടുക്ക് ഇങ്ങനെ വീടുകളായിരിക്കും, പിന്നെ പുറകിൽ ഈ നെൽപ്പാടവും ഫ്രണ്ടിൽ ആറുമാണ്. അപ്പം നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ നമുക്കൊരു മോട്ടോർ വര കൂടിയുണ്ട്. അപ്പം ഈ മോട്ടോർ വരയിൽ നിന്നാണ് പാടങ്ങളിലേക്ക് അടിക്കുന്ന വെള്ളത്തെ നമ്മൾ പമ്പ് ചെയ്ത് കളയുന്നത്. ഇവിടെ ഈ മോട്ടോർ വരയിലുള്ള മോട്ടോർ വെച്ചാണ്. കൃഷിയൊക്കെ ആകുമ്പോഴേക്കും എപ്പോഴും ഇവിടെ ഈ വെള്ളം പമ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകളെന്ന് പറയുന്നത്. ഇത്രയും ആറും തോടും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടനാടുകാരെ സംബന്ധിച്ച് മീനൊക്കെ മേടിക്കാൻ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് തന്നെ മീൻ പിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു കറിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു വലയായിട്ട് ഇറങ്ങിയാൽ തന്നെ വല വീശിയും അതുപോലെ തന്നെ ചൂണ്ടയിട്ടൊക്കെ നമുക്ക് മീൻ പിടിക്കാനായിട്ട് പറ്റും. അപ്പം ഞങ്ങളിപ്പോൾ ഒരു കൊച്ചു ചൂണ്ടയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ മീൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ മീനും കൂടി പിടിച്ചിട്ട് കയറി പോകാം. അപ്പം നമ്മൾ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മളിവിടെ മോട്ടോർ വര എന്നുള്ള ഒരു തോടാണിത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ മീൻ പിടിക്കാനായിട്ട് പോകുന്നത്. ചൂണ്ടയിടുമ്പോൾ അറിയാം നമുക്ക് പെട്ടെന്നൊന്നും കിട്ടത്തില്ല. കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ നിൽക്കണമെങ്കിലും നമുക്ക് മീൻ കിട്ടത്തുള്ളൂ. ഇത് ആദ്യത്തെ മീൻ തന്നെ നമുക്ക് വലുവേൻ്റെ ചൂടത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേ കണ്ടല്ലോ. അപ്പം ഞങ്ങൾക്ക് ഇത്രയും മീൻ കിട്ടി കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും കിട്ടുമെന്ന്. എനിക്കൊരു 3 കിട്ടിയുള്ളൂ, ബാക്കി മുഴുവൻ മലവിക്കാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു കറിക്കുള്ള മീൻ തന്നെ കിട്ടി. ഞങ്ങളും പ്രതീക്ഷിക്കാത്തതാണ് ഇത്രയും കിട്ടുമെന്ന്. ഒരു 3-4 കിട്ടുമെന്നായിരുന്നു ഓർത്തത്. പക്ഷേ കുറച്ച് നേരം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മീൻ കിട്ടി. ഇനി നമുക്ക് ഇതൊക്കെ വേഗം നിന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തുകൊണ്ട് വരാം. കാരണം ഇപ്പോൾ സന്ധ്യ ആവാറായി. അപ്പം നമുക്ക് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമൊക്കെ വരും. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തൊലി പൊളിച്ച് കളയുവാണ് ചെയ്യുന്നത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉരച്ചൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കും. അങ്ങനെ ഓരോന്നും തൊലി പൊളിച്ചെടുക്കാം. അപ്പോൾ മീനൊക്കെ ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വരഞ്ഞു കൊടുക്കാം. ഓരോ മീനും ഇതുപോലെ വരഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് മസാല പരട്ടി കൊടുക്കണം. അപ്പോൾ മസാലയ്ക്കായിട്ട് ഇവിടെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അരമുറി നാരങ്ങ നീര് ഇത്രയേ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മീനിലേക്ക് പുരട്ടി കൊടുക്കാം.
ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫ്രഷ് മീനാണ്, നമ്മൾ പെട്ടെന്ന് തന്നെ വറുക്കാനായിട്ട് പോവാണ്. ഇനി ഇതിനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വറുത്തെടുക്കാം. ഇതാ അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ ഇവിടെ റെഡിയായി. ഇതെങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം കേട്ടോ. വാ, സൂപ്പർ, ഒന്നും പറയാനില്ല. നമ്മൾ ഫ്രഷായിട്ട് മീൻ പിടിച്ച് വറുത്ത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കറി വെച്ച് കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്നൊന്നര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.